കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകനുണ്ടെങ്കിൽ ഇപ്പം കൊല്ലം സുധിക്ക് ഭാര്യയ്ക്കും മക്കൾക്കും താമസിക്കാൻ വേണ്ടി വെച്ചു കൊടുത്ത ആ ഒരു വീട്ടിലല്ല താമസിക്കുന്നത് എന്നുള്ള ന്യൂസ് ഭയങ്കരമായിട്ട് വ്യാപകമായിട്ട് പടരുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഇപ്പം ആ ഒരു മകൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ കാര്യങ്ങൾ ചോദിച്ച സമയത്താണ് അവൻ പറഞ്ഞത്, അതെ ഇപ്പം ഞാൻ ആ ഒരു വീട്ടിലല്ല താമസിക്കുന്നത് എന്നുള്ളൊരു കാര്യം. എന്തുകൊണ്ട് താമസിക്കുന്നില്ല എന്ന് ചോദിച്ച സമയത്താണ് മകൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സുധി അതായത് കൊല്ലം സുധിയുടെ അമ്മയുണ്ടെങ്കിൽ അവിടെ കൊല്ലത്ത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോഴത്തേന് അമ്മയ്ക്കൊരാശ്വാസം എന്ന രീതിയിൽ അവിടെ പോയി നിൽക്കുവാണ്. കാരണം അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മൂമ്മ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മൂമ്മയുടെ അടുത്ത് നിൽക്കണം എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ അവിടെ പോയി നിന്നത്. അല്ലാതെ ഒരിക്കലും രേണുക അതായത് സുധിയുടെ രണ്ടാമത്തെ വൈഫൊന്നും തന്നെ ഇറക്കി വിട്ടതോ ഒന്നും തന്നെ അല്ല എന്നാണ് പറഞ്ഞത്. അതും എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ്. ഞാൻ ഇങ്ങോട്ട് നിന്നതിൻ്റെ ഒരു കാര്യം അമ്മാമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുന്നതുകൊണ്ട് അമ്മാമ്മയുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഇവിടെ വന്ന് നിന്നതെന്നാണ് മകൻ പറഞ്ഞത്. അല്ലാതെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഫേക്കായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെയില്ല, അതൊക്കെ ചുമ്മാതെ പറയുകയാണ്. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് എന്നാണ് സുധിയുടെ മകൻ പറഞ്ഞിട്ടുള്ളത്. സോ ആവശ്യമില്ലാതെ കുറേയധികം കോൺട്രവേഴ്സി അതുപോലെ തന്നെ ഇങ്ങനത്തെ ഫേക്കായിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതൊന്നും യഥാർത്ഥ കാര്യമല്ല. എന്താണ് റിയലായിട്ടുള്ള കാര്യമെന്ന് സുധിയുടെ മകൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്.